വീണക്കലിലെ സമൻസ് CPM അതിലൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അടുത്ത ന്യായീകരണമായി എത്തിയിരിക്കുന്നു. വീണക്കലിലെ സമൻസ് അത് വീണ അതൊക്കെ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയും കഴിവുള്ള ഒരു അപ്പോൾ ED ആക്രമിച്ചതോ ലേഡിയാണ്. അവരത് നോക്കിക്കോളും. അവരുടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കും. എത്ര പ്രാവശ്യം ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ പറ്റും? അതിൽ CPM ഒരു അഭിപ്രായം പറയേണ്ട ഒരു ആവശ്യം ഇപ്പം ഇല്ല. CPM അന്നത്തെ റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തിയത്. ഇനി കുറ്റം മുഴുവൻ ചാനലുകാർക്ക്. അപ്പോൾ ചാനലുകാർ പറയുന്നത് കേട്ടാണോ ഇവരോരോന്ന് ചെയ്യുന്നത്? അന്ന് നിങ്ങളുടെ ചാനലിലൊക്കെ വീണയുടെ വീട് റെയ്ഡ് ചെയ്തതാണോ കൊടുത്തത്, അതോ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തതാണോ നിങ്ങൾ വാർത്ത കൊടുത്തത്? എങ്ങനെയാണ് നിങ്ങൾ വാർത്ത കൊടുത്തത്? ലോകത്തിലുള്ള കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം ആ വീട്ടിൽ പിണറായി വിജയൻ്റെ മകളും ഉണ്ടെന്നും റെയ്ഡ് നടന്നത് എന്തിനാണെന്നും ഏത് കേസിലാണെന്നും. എന്തിനാണ് വെറുതെ കൃഷ്ണദാസ ഇങ്ങനെ ന്യായീകരിക്കുന്നത്? അതായിക്കോട്ടെ, നിങ്ങൾ വാർത്ത എങ്ങനെയാണ് കൊടുത്തത്? പിണറായി വിജയന്റെ മകളുടെ വീട് റെയ്ഡ് ചെയ്യുന്നു എന്നാണോ കൊടുത്തത്, അതോ പിണറായിയുടെ വീട് റെയ്ഡ് ചെയ്യുന്നു? ന്യായീകരിക്കാൻ വേണ്ടി ചെളിയിൽ കിടന്ന് ഉരുണ്ടുരുണ്ട് ശരീരം മൊത്തം ചെളി പിടിച്ചൊരു പാർട്ടിയാണെന്ന് കൂടി ഓർക്കും. പിണറായിയുടെ വീട് റെയ്ഡ് ചെയ്യുന്നു എന്നല്ലേ നിങ്ങൾ വാർത്ത കൊടുത്തത്? അങ്ങനെയല്ലേ നിങ്ങൾ വാർത്ത കൊടുത്തത്? പ്രിയപ്പെട്ട കൃഷ്ണദാസേ, പിണറായി വിജയൻ്റെ മകളാണ് വീണ വിജയൻ. വീണ വിജയനും പിണറായി വിജയനും ഒരുമിച്ചാണ് ഒരു വീട്ടിലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി താമസിക്കുന്നത്. ഇനിയെങ്കിലും മനസ്സിലാക്കുക, പിണറായി വിജയൻ ആ വീട്ടിലുണ്ടായിരുന്നു. പിണറായി വിജയൻ പറയുകയുണ്ടായി അദ്ദേഹത്തെ ചോദ്യം ചെയ്തില്ല, ഒന്നും സംഭവിച്ചില്ല എന്ന്. കേസെന്തോ ആവട്ടെ, നിങ്ങൾ വാർത്ത കൊടുത്താൽ ഞാൻ ചോദിക്കുന്നത്. അത് വേറെ പ്രശ്നം. നിങ്ങൾ പിണറായിയുടെ വീട്ടിൽ ED കയറി റെയ്ഡ് ചെയ്യുന്നു എന്നാ വാർത്ത കൊടുത്തത്. ഇനി പിണറായിയുടെ വീട്ടിൽ നിന്ന് വേണ്ട, പിണറായി താമസിക്കുന്ന വീട്ടിൽ നിന്ന് മതി. അല്ല, പിണറായിയെ ലക്ഷ്യം വെച്ച് തന്നെ ആയിരുന്നു. അതുകൊണ്ടാണല്ലോ ജനങ്ങൾ ചെറുത്തത്. അതെ, ഏത് ജനങ്ങളാണ് ചെറുത്തത്? ജനങ്ങളൊക്കെ അകത്ത് കിടപ്പുണ്ട്. ചെറുത്ത ജനങ്ങളാണോ എന്ന് പോയി നോക്കുക. ഇപ്പോ വീണയ്ക്ക് ED സമൻസ് കൊടുത്തിട്ടുണ്ട്. വീണ അത് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാൻ നല്ല പ്രാപ്തിയുള്ള ഒരു ലേഡിയാണ്. അവരത് ചെയ്തോളും. ഇല്ല, അവരത് ചെയ്തേ പറ്റത്തുള്ളൂ. ആരിടപെടാൻ? പിണറായിക്ക് എതിരെ ലക്ഷ്യം വെക്കുന്നത് CPM-നെ ലക്ഷ്യം വെക്കൽ തന്നെയാണ്. അപ്പോൾ ഇനി ഒരു അന്വേഷണവും പിണറായിയുടെ നേരെ വരാൻ പാടില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ്. ഓക്കെ.